ലെബനനിൽ അതിശക്തമായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗസയിലെ ആക്രമണങ്ങളും അവിടെയുള്ള അതിർത്തി ലംഘനങ്ങളും തുടരുന്നതിനോടൊപ്പം തന്നെ ലെബനനിലും വമ്പിച്ച സൈനിക നടപടികൾ ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി വ്യോമസേന തെക്കൻ ലെബനാനിലെ നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ. ഉദാഹരണത്തിന് തെക്കൻ ലെബനാനിലെ 3 ഗ്രാമങ്ങളിലെ നിവാസികളോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷം ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹിസ്ബുള്ളയുടെ റഡാർ യൂണിറ്റുകളും ആയുധ ഡിപ്പോകളും നശിപ്പിച്ചതായിട്ടും അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുകയും 9 പേർക്കോളം ഗുരുതരമായ പരുക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ പുനരായുധീകരണ ശ്രമങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടികളെന്ന് വ്യക്തമാക്കുകയാണ്. കൂടാതെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയാകട്ടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും പ്രതിരോധിക്കുമെന്നുമുള്ള പ്രതികരണത്തിലാണ്. ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കാൻ തയ്യാറല്ലെന്നും കൃത്യമായിട്ടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ലെബനാൻ സർക്കാർ ഹിസ്ബുള്ളയുടെ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ലെബനാൻ സൈന്യം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണമായ പരിശോധനയും സ്ഥിരീകരണവും ഇല്ലാത്തതിനാൽ ഇസ്രായേലിന് ആശങ്കകൾ തുടരുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ പൂർണ്ണ നിരായുധീകരണം എത്രയും വേഗം സാധ്യമാക്കണമെന്ന ഒരു കടുത്ത നിലപാടിലാണ്. അല്ലാത്ത പക്ഷം ലെബനാൻ മുഴുവനുമായി ആക്രമിക്കുമെന്ന ഭീഷണിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈന്യത്തിന് സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഉള്ളത്. ഹിസ്ബുള്ളയുടെ പുനരായുധീകരണം തടയാൻ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ഇത്രയും സങ്കീർണമാകുന്നതും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണങ്ങളും അധിനിവേശവും ഒരിക്കലും നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിർവീര്യമാക്കാതെ സമാധാനം സാധ്യമല്ല എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദം. തെക്കൻ ലെബനാനിലെ വിവിധ നഗരങ്ങളും പ്രദേശങ്ങളും കൂടുതൽ ആക്രമണങ്ങൾക്ക് വിധേയമാകുമെന്ന ഭീഷണിയും ഇസ്രായേൽ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ലെബനാൻ സർക്കാരിനോട് ഹിസ്ബുള്ളയുടെ നിരായുധീകരണം അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യത്തിലുമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നടപടികൾ ലെബനാൻ സർക്കാർ തുടങ്ങിയില്ലെങ്കിൽ ഇസ്രായേൽ ലെബനനിലെ മുഴുവനുമായി ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഇവിടെ വെട്ടിലായിരിക്കുന്നത് ലെബനാൻ സർക്കാരാണ്. കാരണം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ രാജ്യത്ത് കലാപം ഉണ്ടാവാനുള്ള സാധ്യത ദൂരെയല്ല എന്നതാണ് പല റിപ്പോർട്ടുകളിലൂടെയും വ്യക്തമാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.